ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലവ് ഷോർ ബൈ ഗോപിക. അപ്പോൾ ഇത് എൻ്റെ സച്ചിക്കുട്ടൻ്റെ ഫസ്റ്റ് ഹോളി കമ്മ്യൂണിയൻ്റെ വീഡിയോ ആണ്. ഇത് ഞാൻ 2 പാർട്ടായിട്ടായിരിക്കും അപ്ലോഡ് ചെയ്യുന്നത്. കാരണം ഒത്തിരി ലെങ്ത് ഉള്ളതായി പോകും. ഇത് തന്നെ ഇത് പാർട്ട് 1 ആണ്. ഇത് തന്നെ നല്ല ലെങ്തിയാണ്. അപ്പം ഒന്നിച്ചിടാന്ന് വെച്ചാൽ അത് ഒത്തിരി ലോങ് ആയിപ്പോവും. അതുകൊണ്ട് 2 പാർട്ടായിട്ടാണ് ഞാൻ ഇട്ടേക്കുന്നത്. ഇത് സച്ചിക്കുട്ടൻ്റെ ഗോഡ് പേരൻസ് ആണ്, ക്ലിൻറ്റുവും മിനിയും. ഇവർ രണ്ടുമാണ് സച്ചുവിൻ്റെ തലതൊട്ടപ്പനും തലതൊട്ടമ്മയും. അപ്പോൾ അവർ രാവിലെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. വന്ന് 2 പേരും സച്ചുവിനെ ഒരുക്കി റെഡിയാക്കി സെറ്റാക്കി നിർത്തിയേക്കുവാണ്. പിന്നെ ദൈച്ചയം വന്നു നടയിൽ തിരിയൊക്കെ കത്തിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കാനായിട്ട് പോകുവാണ്. പള്ളിയിൽ നമുക്ക് 7 മണിക്ക് തന്നെ ചെല്ലണമായിരുന്നു. ഷാർപ്പ് 7 മണിക്ക് ചെല്ലണമെന്നാണ് നമുക്ക് പള്ളിയിൽ നിന്ന് അച്ഛൻ പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ നേരത്തെ തന്നെ എല്ലാവരും ഒരുങ്ങി റെഡിയായിട്ട് നിൽക്കുമായിരുന്നു. അപ്പം സച്ചുവിൻ്റെ ഗോഡ് പേരൻസും വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ സച്ചുവിനെ റെഡിയാക്കി ഞങ്ങളത് വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് ഇറങ്ങാനായിട്ട് പോകുവാണ്. അപ്പോൾ ഇപ്പോൾ പ്രാർത്ഥനയും നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും കൂടി പ്രാർത്ഥനയൊക്കെ ചൊല്ലി പ്രാർത്ഥന ചൊല്ലിക്കഴിഞ്ഞാൽ സച്ചു ബൈബിൾ വായിക്കുവാണ്. നല്ലതുപോലെയൊക്കെ തന്നെ അവൻ ബൈബിളൊക്കെ വായിച്ച് പ്രാർത്ഥിച്ച് ആദ്യം ഇങ്ങനെ എല്ലാവരുമൊക്കെ ഉള്ളതുകൊണ്ട് സച്ചുവിനൊരു ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നല്ലപോലെയൊക്കെ തന്നെ ബൈബിളൊക്കെ വായിച്ചിട്ട് അവനെല്ലാവർക്കും സ്തുതി കൊടുക്കുക. ആദ്യം എനിക്ക് ചെയ്യാൻ തന്നു. അത് കഴിഞ്ഞ് ഗോഡ് പേരൻസിന് കൊടുത്തു. അപ്പോൾ നമ്മുടെ ഫോട്ടോഗ്രാഫർ ഉണ്ട് കേട്ടോ. അതാണ് എല്ലാവരും ഇങ്ങനെ ഇടയ്ക്ക് തിരിഞ്ഞ് നോക്കുന്നത്. ഫോട്ടോഗ്രാഫറിൻ്റെ സജഷൻ അനുസരിച്ചാണ് നമ്മൾ പൊസിഷൻ നിൽക്കുന്നതൊക്കെ. അപ്പോൾ അതാണ് എല്ലാവരും ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് നോക്കുന്നത്. ഫോട്ടോഗ്രാഫർ എന്താണ് പറയുന്നതെന്നാണ് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത്. അപ്പോൾ അവൻ സച്ചുകുട്ടന് ഓരോരുത്തർക്കായിട്ട് പിന്നെ സ്തുതിയൊക്കെ കൊടുത്തിട്ട് ഞങ്ങളത് പള്ളിയിലോട്ട് ഇറങ്ങാനായിട്ട് പോകുവാണ്. അപ്പോൾ ആൾക്കൊരു ടെൻഷനൊക്കെ ഉണ്ട് കേട്ടോ. ഇത് അനിയനാണ്, ഇച്ചേൻ്റെ അനിയനാണ് അണിക്കുട്ടൻ. ആളങ്ങനെ ക്യാമറയ്ക്ക് മുന്നിലൊന്നും വരാത്ത ആളാണ്. പിന്നെ ഇപ്പോൾ സ്തുതി വാങ്ങിക്കേണ്ടതുകൊണ്ട് വന്ന് നിന്നതാണ്. അങ്ങനെ അടുത്തത് അമ്മയാണ്. ഇത് എൻ്റെ അമ്മയാണ്, അമ്പിയമ്മ. അപ്പോൾ അമ്മയ്ക്കും അവൻ സ്തുതി കൊടുക്കുവാണ്. ആൾ ഹാപ്പിയുമാണ്. അതേപോലെ ഉള്ളിൽ ഒരു ഇച്ചിരി ടെൻഷനും പേടിയൊക്കെ ഉണ്ട് സച്ചുവിന്. അങ്ങനെ അടുത്തത് അളിയനാണ്, നാത്തൂൻ്റെ ഹസ്ബൻഡാണ്. അളിയനും വന്ന് സ്തുതിയൊക്കെ വാങ്ങിച്ചു. അത് കഴിയുമ്പോഴത്തേക്കും ഇത് നാത്തൂനാണ്, മഞ്ജു വന്ന് സ്തുതിയൊക്കെ വാങ്ങിച്ചു. അങ്ങനെ ഓരോരുത്തരായിട്ട് സ്തുതിയൊക്കെ വാങ്ങിച്ചു. അവനിപ്പോൾ പുറത്തോട്ട് നോക്കി ചിരിക്കുന്നത് സച്ചുവിൻ്റെ ഫ്രണ്ട്സൊക്കെ പുറത്ത് നിൽപ്പുണ്ട്, അതാണ്. പിന്നെ ഇജോപ്പി വന്ന് സ്തുതി വാങ്ങിച്ചു. ഇജോപ്പി നമ്മുടെ അങ്കിളിൻ്റെ മോനാണ്. അങ്ങനെ ഇജോപ്പി വന്ന് സ്തുതി വാങ്ങിച്ചു. അങ്ങനെ ഓരോരുത്തർക്ക് കൊടുത്തു. പിന്നെ അപ്പച്ചന് മാത്രം കൊടുത്തില്ല. അപ്പച്ചനെ കാണുന്നില്ലായിരുന്നു. അപ്പച്ചന് എന്തോ ആവശ്യത്തിന് കടയിലോട്ട് പോയായിരുന്നു. അപ്പോൾ കുറച്ച് നേരം നമ്മൾ അപ്പച്ചന് വേണ്ടി വെയിറ്റ് ചെയ്തു. പിന്നെ 7 മണിക്ക് തന്നെ എത്തണ്ടേ പള്ളിയിൽ, അതുകൊണ്ട് ഇറങ്ങാമെന്ന് വിചാരിച്ച് ഇറങ്ങിയേ. പിന്നെ ഇറങ്ങുന്ന സമയമായപ്പോഴത്തേക്കും പെട്ടെന്ന് അപ്പച്ചൻ വന്നു. അതുകൊണ്ട് പിന്നെ അപ്പച്ചന് സ്തുതിയൊക്കെ കൊടുത്തിട്ട് നമുക്ക് ഇറങ്ങാൻ പറ്റി. അങ്ങനെ എല്ലാവരും ഒന്നും പള്ളിയിലോട്ട് കുർബാനയ്ക്ക് വന്നില്ല. കാരണം നമുക്ക് വീട്ടിൽ ഗസ്റ്റ് വരുമ്പോഴത്തേക്കും അവരെ നോക്കാനായിട്ടും ആരെങ്കിലുമൊക്കെ വേണ്ടേ. എല്ലാവരും കൂടി പള്ളിയിലോട്ട് പോയാൽ പിന്നെ അത് നടക്കത്തില്ലല്ലോ. അതുകൊണ്ട് അപ്പച്ചനും അമ്മച്ചിയും അമ്മയൊക്കെ വീട്ടിൽ തന്നെ നിന്നു. പിന്നെ അമ്മാമ്മ ഉണ്ടായിരുന്നു, അപ്പച്ചൻ്റെ അമ്മ. ഞങ്ങളെല്ലാവരുമായിട്ടാണ് പള്ളിയിലോട്ട് പോയത്. അപ്പം ഞങ്ങൾ ഇറങ്ങുന്ന സമയമായപ്പോഴത്തേക്കും പെട്ടെന്ന് അപ്പച്ചൻ വന്നതുകൊണ്ട് പിന്നെ നമുക്ക് സ്തുതി കൊടുക്കാനായിട്ട് പറ്റി. അത് കഴിഞ്ഞ് ഞങ്ങളത് അപ്പായ്ക്ക് സ്തുതിയും കൊടുത്ത് ഞങ്ങൾ കാറിലോട്ട് കയറി നമ്മൾ പള്ളിയിലോട്ട് പോകുവാണ്. പള്ളിയിലോട്ടല്ല, നേരെ പള്ളിയുടെ പാരിഷ് ഹാളിലോട്ടാണ് ചെല്ലേണ്ടത്. അവിടെ ഇവർക്ക് കുറച്ച് ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് കാറ്റസിസം ടീച്ചേഴ്സും സാറുമാരൊക്കെ ഇവർക്ക് ക്ലാസ് കൊടുക്കുവാണ്. എങ്ങനെയാണ് പള്ളിയിൽ നിൽക്കേണ്ടത്, എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ക്ലാസ് കൊടുക്കുക. അത് കഴിഞ്ഞ് പള്ളി വക ഫോട്ടോഗ്രാഫറുണ്ട്. അപ്പം ഇത്രയും കുട്ടികളുടെയും സെപ്പറേറ്റ് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ പള്ളിയിലോട്ട് പോകുന്നത്. അപ്പം അതേ പള്ളിയിൽ അച്ഛനും വന്ന് കുട്ടികളുമായിട്ട് പള്ളിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പള്ളിയിലോട്ട് പോകുമ്പോഴത്തേക്കും കുട്ടികളെ കൊണ്ടുപോകേണ്ടത് ഗോഡ് പാരൻസ് ആണ്. അതായത് ഗോഡ് പാരൻസ് അപ്പുറം ഇപ്പുറം നിന്നിട്ട് സെൻറ്ററിൽ കുട്ടികളെ നിർത്തി അങ്ങനെയാണ് പള്ളിയിലോട്ട് പോകേണ്ടത്. അങ്ങനെ കുട്ടികളും ഗോഡ് പാരൻസും
എല്ലാവരുമായിട്ട് നമ്മളിത് നേരെ പള്ളിയിൽ ചെന്ന് ഹോളി മാസ് തുടങ്ങി. നല്ല ഭംഗിയുണ്ടായിരുന്നു കുട്ടികളെ കാണാനായിട്ട്. കാരണം എല്ലാവരും ഒരേപോലത്തെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഇത്രയും കുട്ടികളില്ലേ, അപ്പം എല്ലാവരും കൂടി നിൽക്കുമ്പോഴത്തേക്കൊരു പ്രത്യേക ഭംഗിയായിരുന്നു ഇവരെ കാണാനായിട്ട്. അങ്ങനെ ഹോളി മാസമൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ പള്ളിയിൽ തന്നെ ഫോട്ടോ എടുക്കുവാണ്. അപ്പോൾ അത് ഒത്തിരി നേരം വേണ്ടി വന്നു. കാരണം ഇത്രയും കുട്ടികളില്ല, ഇത്രയും കുട്ടികളെയും ഇങ്ങനെ ഒരേ ലെവലിലൊക്കെ നിർത്തി നല്ല ഭംഗിക്ക് നിർത്തിയൊക്കെ ഫോട്ടോ എടുക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് ഒത്തിരി സമയം വേണ്ടി വന്നേ. പിന്നെ 4 അച്ഛന്മാരും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ 4 അച്ഛന്മാരും ഇത്രയും കുട്ടികളൊക്കെ ആയിട്ട് നല്ല ഭംഗിയായിരുന്നു എല്ലാവരും കൂടി നിൽക്കുമ്പോഴത്തേക്കും കാണാനായിട്ട്. പിന്നെ ഗോഡ് പാരൻസിൻ്റെ കൂടെയും പിന്നെ അമ്മാമ്മയുടെ കൂടെയും ഞങ്ങളുടെ കൂടെയൊക്കെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാനുള്ളൊരു സമയം നമുക്കുണ്ടായിരുന്നു. അതുകൊണ്ട് അങ്ങനെ ഫോട്ടോ എടുത്തു. സച്ചുവിൻ്റെ പ്രിൻസിപ്പാൾ സിസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നേ. പക്ഷേ സിസ്റ്റർ അങ്ങനെ ഫോട്ടോയ്ക്കൊന്നും നിൽക്കാത്തത് കൊണ്ട് പിന്നെ എടുക്കാൻ പറ്റില്ല. അവനെ ബ്ലെസ്സിങ് ഒക്കെ ചെയ്തിട്ട് സിസ്റ്റർ പോയി. അപ്പം ഈ പാർട്ട് 1 ഇത്രയേ ഉള്ളൂ. ബാക്കി പിന്നെ കാണാം. ബൈ.